ജോജു ജോർജ് തന്നെ സംവിധാനം ചെയ്ത് നമ്മുടെ മാർക്കറ്റിലെത്തി വളരെ കയ്യടി നേടി, വളരെ മാർക്കറ്റ് വിജയം നേടി, ഒരുപാട് പൈസകൾ നേടിയ ഒരു സിനിമയാണ് പണി എന്ന് പറയുന്ന മൂവി. ആ മൂവി പോർട്രേ ചെയ്യുന്ന ഒരു കഥാതന്തു എന്ന് പറയുന്നത് ക്രിമിനൽ വാസനയുള്ള ആളുകളുടെ ജീവിതത്തെ സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന കലാകാരന്മാരെല്ലാം തന്നെ ക്രിമിനൽ വാസനയുള്ള ആളുകളാണോ? ഒരിക്കലുമല്ല. കഥയെ കുറേയേറെ കഥാപാത്രങ്ങൾ ചേർന്ന് അഭിനയിച്ച് ഒരു മൂവിയാക്കി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു. അതൊരു വിഷയത്തെ, ആ ഒരു വിഷയത്തെ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന ജോജു ജോർജിന്റെ മകൾക്ക് ഉണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് തന്റെ അച്ഛൻ സംവിധാനം ചെയ്ത മൂവിക്കകത്ത് ഇത്തരം കഥാതന്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനിയും ആ കുട്ടി കുറിച്ച് അന്ന് വന്നിരുന്ന ജോജു ജോർജ് പറയുമോ, ഞാൻ എടുത്ത എന്റെ സിനിമ അല്ലെങ്കിൽ ഞാൻ സംവിധാനം ചെയ്ത എന്റെ സിനിമ വളരെ മോശമായി പോയി, അല്ലെങ്കിൽ അതൊരു മോശം മെസ്സേജ് നൽകുന്ന ഒരു പടമാണ്, അതിന്ന് സൊസൈറ്റിയിലേക്ക് തിയേറ്റർ റിലീസ് ചെയ്തതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് ഈ പറയുന്ന ജോജു ജോർജ് പറയും? ഒരിക്കലുമില്ല. കാരണം അത് ജോജു ജോർജിന്റെ തന്നെ കരിയറിലെ ഏറ്റവും വൺ ഓഫ് ബെസ്റ്റ് മൂവി, അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ മൂവി തന്നെ വളരെ വിജയത്തിൽ നിൽക്കുന്ന ഒരു മൂവിയെ പിന്നൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുപോകാൻ ജോജു ജോർജ് ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു ഇഷ്യൂ